ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാളികൾ വീണ്ടും പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. VSCയിൽ നടത്തിയ പരിശോധനാ ഫലത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുവാൻ പരിശോധന നടത്തണമെന്ന SITയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുവാൻ SITക്ക് കോടതി നിർദ്ദേശം നൽകി. ഫെബ്രുവരി 12-ന് സാമ്പിൾ ശേഖരിക്കും. തുടർന്ന് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ദേശീയ മെത്തഡോളജിക്കൽ ലബോറട്ടറിയിലായിരിക്കും പരിശോധന നടത്തുക. പരിശോധനയിലൂടെ സ്വർണത്തിന്റെ കാലപ്പഴക്കത്തിലും കൃത്യത വരുത്തും. 989 ഗ്രാമിൽ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് നഷ്ടമായെന്ന് VSCയിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. പുറത്തുവന്നതിനേക്കാൾ വ്യാപ്തിയിലുള്ള സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു VSCയിൽ നിന്നുള്ള ഈ പരിശോധനാ ഫലം. ഈ കണക്ക് ഹൈക്കോടതിക്ക് കൈമാറിയതിന് പിന്നാലെയാണ് വീണ്ടും പരിശോധന നടത്താൻ തീരുമാനിച്ചത്. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പപാളികൾ എന്നിവയിൽ നിന്നായി 989 ഗ്രാം സ്വർണം ഉരുക്കിയപ്പോൾ 989 ഗ്രാം സ്വർണം ലഭിച്ചു. അതിൽ 575 ഗ്രാം സ്വർണം തിരികെ പൂശിയെന്നായിരുന്നു പ്രതികൾ SIDയോട് പറഞ്ഞത്. എന്നാൽ ഇത് കള്ളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് VSC പരിശോധനാ ഫലം. ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവ് കണ്ടെത്താനാണ് VSC രണ്ടാം തവണ പരിശോധന നടത്തിയത്. കൊള്ളയെക്കുറിച്ച് പ്രതികൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്ന ഫലമായിരുന്നു VSCയിൽ നിന്ന് പുറത്തുവന്നത്. അതേസമയം വിശദമായ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SID ദേവസ്വം ബെഞ്ചിനു മുന്നിൽ സമർപ്പിച്ചു. കേസിന്റെ ഭാഗമായി 256 സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നതായാണ് വിവരം. ഈ മാസം 19-ന് കേസ് വീണ്ടും പരിഗണിക്കും.